ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക്, വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 20 വരെയുള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂർവ്വപീഠിക, വിഷ്ണു സഹസ്രനാമത്തിലെ പൂർവ്വപീഠികയിൽ 27 ശ്ലോകങ്ങളുള്ളതിൽ 20ാമത്തെ ശ്ലോകം വരെയാണ് പഠിച്ചു തീർത്തത്. ഇന്ന് 21, 22 ശ്ലോകങ്ങൾ എടുക്കാം. 22, 23 ശ്ലോകങ്ങൾ വരെ ആദ്യം വായിക്കാം. ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിഃ ഛന്ദോനഷ്ട തഥാ ദേവോ ഭഗവാൻ ദേവകീസുതഃ അമൃതാംശുൽഭവോ ബീജം ശക്തിർദേവകീനന്ദനഃ ത്രിസാമാ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യത്തെ. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. ഇതാണ് 3 ശ്ലോകങ്ങൾ, 22 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം എടുത്തു നോക്കാം. ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിഃ ഛന്ദോ അനുഷ്ടുപ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുതഃ. ഇവിടെ ഋഷി, ഈ സഹസ്രനാമത്തിൻ്റെ ഋഷി എന്നത് മഹാമുനിയായ വേദവ്യാസനാണ്. ഇനി അനുഷ്ടുപ്പ്, അതായത് ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തം അനുഷ്ടുപ്പാണ്. അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ 32 അക്ഷരം വരുന്ന 4 വരി അല്ലെങ്കിൽ 2 വരിയായിട്ട് 32 അക്ഷരേ ആ ശ്ലോകത്തിലാകാവുള്ള ഓരോ ശ്ലോകങ്ങൾ. അത് അനുഷ്ടുപ്പ്, വൃത്തം. അപ്പോൾ ഛന്ദസ് എന്ന് പറയുന്ന അനുഷ്ടുപ്പാണ്. ഇനി ഈ സഹസ്രനാമത്തിൻ്റെ ദേവൻ ദേവകീസുതനായ ഭഗവാനാണ്. ദേവകീസുതൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെ. അപ്പോൾ മഹാവിഷ്ണുവാണ് ദേവത. ഋഷി മഹാമുനിയായ വേദവ്യാസനും ഛന്ദസ് വൃത്തം അനുഷ്ടുപ്പും ദേവത മഹാവിഷ്ണുവുമാണ്. ഇനി 2ാമത്തെ ശ്ലോകം. അമൃതാംശുൽഭവോ ബീജം ശക്തിർദേവകീനന്ദനഃ ത്രിസാമാ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യത്തെ. ഇവിടെ ബീജം, ഈ സഹസ്രനാമത്തിൻ്റെ ബീജം എന്ന് പറയുന്നത് അമൃതാംശുൽഭവഃ. അമൃതാംശുൽഭവോ എന്നതാണ് ബീജം. ശക്തി, ഈ സ്തോത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദേവകീനന്ദനാണ്. ദേവകീനന്ദനഃ, ഇതാണ് ശക്തി. ഇനി ഹൃദയം, സഹസ്രനാമത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ത്രിസാമ. ഇനി വായിക്കുന്നതിൻ്റെ അതിൻ്റെ ഫലം വിനിയോഗം എന്തിനായിട്ടാണ് വായിക്കുന്നത്? ശാന്തിയർത്ഥേ, ശാന്തിക്കായിക്കൊണ്ട്, മനസ്സിൻ്റെ ശാന്തിക്കായിക്കൊണ്ടാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിഃ ഛന്ദോ അനുഷ്ടുപ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുതഃ അമൃതാംശുൽഭവോ ബീജം ശക്തിർദേവകീനന്ദനഃ ത്രിസാമാ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യത്തെ. ഈ 2 ശ്ലോകത്തിൻ്റെ അർത്ഥം: സഹസ്രനാമങ്ങളുടെ ഋഷി വേദവ്യാസൻ എന്ന മഹാമുനിയാണ്. ഓരോ പാദത്തിലും 8 അക്ഷരങ്ങളടങ്ങിയ 4 വരിയോ 16 അക്ഷരങ്ങൾ വീതമുള്ള 2 വരിയോ ആയിട്ടാണ് ഈ അനുഷ്ടുപ്പ് വൃത്തത്തിൻ്റെ വൃത്തം. അങ്ങനെയാണ്. അപ്പം അതിന് അനുഷ്ടുപ്പ് എന്ന് പേരും.
ഇതിൻ്റെ ദേവത എന്ന് പറയുന്ന ദേവകിയുടെ പുത്രനായി അവതരിച്ച മഹാവിഷ്ണു തന്നെ ബീജം അമൃതാംശുൽഭവനാണ്. ശക്തി എന്ന് പറയുന്നത് ദേവകി നന്ദനനാണ്. ഹൃദയം എന്ന് പറയുന്ന ത്രിസാമ എന്ന പേര്. മനഃശാന്തിക്ക് വേണ്ടി ജപിക്കുന്നു. ഇനി ഒരു ശ്ലോകവും കൂടിയുണ്ട്, അതുകൂടി എടുക്കാം. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയും, ജിഷ്ണു എന്ന് പറഞ്ഞാൽ അനന്തവിജയിയും, പ്രഭവിഷ്ണു എന്ന് പറഞ്ഞാൽ സർവശക്തനും, മഹേശ്വരം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവും മഹേശ്വരനും അനേക രൂപം, നാനാരൂപിയും, ദൈത്യാന്തം ദൈത്യന്മാരുടെ അന്തം, അസുരന്മാരുടെ ഹന്താവും ആയ പുരുഷോത്തമനെ ഞാൻ നമസ്കരിക്കുന്നുവെന്ന് അർത്ഥം. അപ്പം വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയും അനന്തവിജയിയും സർവശക്തനും മഹാവിഷ്ണുവും മഹേശ്വരനുമായ നാനാരൂപിയും അസുരന്മാരുടെ ഹന്താവുമായ പുരുഷോത്തമനെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. ഇനി 3 ശ്ലോകങ്ങളുടെ ഒന്നിച്ചു നോക്കാം. ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനിഃ ഛന്ദോനഷ്ടു തഥാ ദേവോ ഭഗവാൻ ദേവകീസുതഃ അമൃതാംശുൽഭവോ ബീജം ശക്തിർദേവകീ നന്ദനഃ ത്രിസാമാ ഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. മഹർഷി വേദവ്യാസനാണ് ഈ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഋഷി എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ്. അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദേവകീപുത്രനായി അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണുവാണ് ദേവത. ഈ സഹസ്രനാമ സ്തോത്രത്തിന് അതിൻ്റെ ബീജം അമൃതാംശുൽഭവ എന്നാണ്. ശക്തി എന്ന് പറയുന്നത് ദേവകീ നന്ദനഃ ആണ്. ഹൃദയം എന്ന് പറയുന്നത് ത്രിസാമ എന്നാകുന്നു. മനഃശാന്തിക്ക് വേണ്ടിയാണ് ജപിക്കുന്നത്. സർവവ്യാപിയും സർവജേതാവും സർവശക്തനും മഹാവിഷ്ണു മഹേശ്വരൻ തുടങ്ങിയ അനേക രൂപങ്ങളിൽ വർത്തിക്കുന്നവനും അസുരന്മാരെ ഹനിച്ചവനുമായ പുരുഷോത്തമനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഈ 3 ശ്ലോകങ്ങളുടെ ടോട്ടൽ അർത്ഥം. അപ്പം അടുത്ത ക്ലാസ്സിൽ ഭഗവാന്റെ 12 പേര് കൊണ്ട് ന്യാസം ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.